പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. താനല്ലേടോ മരിച്ചുപോയവരുടെ മണം സ്പ്രേ ആക്കി കൊണ്ടുവരാൻ കഴിവുള്ള മനുഷ്യൻ? അതെ, അത് ഞാൻ തന്നെയാ. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്താ ഉറക്കം വരുന്നു. ഒരു മാസം കഴിഞ്ഞ് അലങ്ങി തിരിഞ്ഞ് കുളിക്കാതെ നനയ്ക്കാതെ എന്റെ പപ്പ തിരിച്ച് വീട്ടിൽ വന്നു. ആ മണം വേണം തനിക്ക് സ്പ്രേ ആയിട്ട് ഉണ്ടാക്കി തരാൻ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സാറേ, പക്ഷെ ആ മണം ഉണ്ടാക്കാൻ എളുപ്പമാ. എനിക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരും. സിമ്പിൾ ആണോ? അതെങ്ങനെ? ഓടവെള്ളം കലക്കി തന്നാ പോരെ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പപ്പ കുളിക്കാത്ത മണം അല്ല എനിക്ക് വേണ്ട. പിന്നെ പപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ആ സുഗന്ധം, ആ മണമാണ് എനിക്ക് താൻ സ്പ്രേ ആക്കി ഉണ്ടാക്കി തരണം. പപ്പയുടെ പഴയ ഷർട്ടും പാന്റും വല്ലതും ഉണ്ടോ? അതുണ്ടായാലും എനിക്ക് സ്പ്രേ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ട്. ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി പോയി. നീ ഒട്ടും മോശമൊന്നുമല്ല. പപ്പയുടെ ഷർട്ടും പാന്റും ഓക്കെ കൊണ്ടുപോയി സ്പ്രേ ഉണ്ടാക്കി താ പ്ലീസ്. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.